ഹായ് ആൻഡ് വെൽക്കം ടു പേർപ്പിൾ സ്റ്റോറീസ്. എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ നാട്ടിലൊക്കെ മീൻ കിട്ടാറുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ എന്നും ചാളയും നെത്തോലിയും അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി മുട്ട പൊരിച്ചതും ചമ്മന്തി ആക്കിയിട്ട് രാത്രിത്തേക്ക് പെപ്പർ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി പോയി കുറച്ച് മല്ലിയിലയും ക്യാപ്സിക്കവും ഒക്കെ മേടിച്ചു. കാരണം പെപ്പർ ചിക്കൻ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതൊരു 1 മണിക്കൂറോളമെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ചുവട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിനി ചേർക്കേണ്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. ഇത് 3 കൂടെ ചതച്ചത് ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ സവാള നല്ല രീതിയിൽ വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം തീരെ ചേർക്കുന്നില്ല. അപ്പം ഇത് അടച്ചു വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർക്കാനുള്ളത് ക്യാപ്സിക്കം ആണ്. ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ മല്ലിയില. ഇത് ഇത്രയും ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം നമുക്കിത് വെന്തങ്ങോട്ട് അലിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനം നമ്മൾ ഈ ചേർത്ത തക്കാളിയിൽ അകത്തുള്ള ഫ്ലഷി പാർട്ട് കളഞ്ഞിട്ടാണ് അരിഞ്ഞ് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 15 മിനിറ്റ്, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാൻ. അടച്ചു വെച്ച് കുക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം ചേർത്തിട്ടില്ല, അടി പിടിക്കരുത്. അങ്ങനെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എന്നും നോർമൽ ചിക്കൻ കറി തന്നെ വെക്കാതെ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചൊക്കെ ആവാം അല്ലേ? അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.